99% ആൾക്കാരെ മുമ്പൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ 99% ആൾക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നുണ്ട്. ഒരു മിസ്കൺസെപ്ഷൻ. അതായത് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, കോൾഡ് ഷവർ എടുക്കണം, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യണം, മോർണിംഗ് വാക്ക് ചെയ്യണം, ജേർണൽ ചെയ്യണം, നോൺ ഫിക്ഷൻ റീഡ് ചെയ്യണം, ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ആക്ച്വലി സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ സംഭവത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? മൈ ഹോണസ്റ്റ് ആൻസർ ഈസ് നോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇലോൺ മസ്ക്, ജെഫ് ബെസോസ്, സ്റ്റീവ് ജോബ്സ്, സക്കൻബർഗ്, നമ്മളെ ബൾബ് കണ്ടുപിടിച്ച എഡിസൺ, അതുപോലെ എത്രങ്ങാനും ആൾക്കാർ, അതുപോലെ വാറൻ ബഫറ്റ്, അല്ലെങ്കിൽ നമ്മളെ നൈക്കി ഉണ്ടല്ലോ, നമ്മുടെ ഷൂവിൻ്റെ ഒക്കെ കമ്പനി നൈക്കി, ഈ നൈക്കിൻ്റെ ഓണർ അല്ലെങ്കിൽ ക്രിയേറ്റർ ഫിൽ നൈറ്റ്, ഇവരൊക്കെ രാവിലെ മെഡിറ്റേഷനും മോർണിംഗ് വാക്കും ജേർണലിങ്ങും ജിമ്മിൽ കുറേ നേരം നിന്നുകൊണ്ടും സെൽഫ് അഫർമേഷൻസ് പറഞ്ഞാണ്ടും പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞാണ്ടൊക്കെയാണോ സക്സസ്ഫുൾ ആയത്? അങ്ങനെയാണോ ഇവർ 99% ആൾക്കാർ മുമ്പ് എത്തിയത്? നോ, നോ. ഇവരൊന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല. ഈ ലോകത്തിൽ ഒരുപാട് വലിയ ഡിമാൻഡുകളുണ്ട്. ആ വലിയ ഡിമാൻഡുകൾ സപ്ലൈ ചെയ്യാൻ ആരുമില്ലാത്ത സമയത്ത് അത് സപ്ലൈ ചെയ്യാൻ കഴിയുന്നവർ രക്ഷപ്പെടും. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ലോകത്ത് ടച്ച് ഫോണില്ല, സ്വിച്ച് ഫോണിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ യൂസേജ് ഒന്നുകൂടി ഈസി ആക്കുന്ന ഒരു സംഭവമാണ് ടച്ച് ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ. ഇതാരും ആദ്യം കൊണ്ടുവന്ന്? ആപ്പിൾ, സ്റ്റീവ് ജോബ്സ്. അത് നമ്മുടെ ഫോൺ ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ നമ്മളെ മൊത്തം ലോകത്തിനെ തന്നെ ഒന്ന് റെവല്യൂഷനൈസ് ചെയ്തില്ലേ? അതുപോലെ നമ്മൾ എഡിസൺ, വെളിച്ചം സൂര്യനിൽ നിന്നുണ്ടാവുന്ന വെളിച്ചം മാത്രം ഉണ്ടായിരുന്ന ടൈമിൽ ബൾബ് കൊണ്ടുവന്നില്ലേ? റെവല്യൂഷനൈസ് ചെയ്തില്ലേ? ഇതുപോലെ ലോകത്തിന് നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ട്, നല്ല രീതിയിൽ ആവശ്യമായൊരു സാധനം, പക്ഷെ അത് പ്രൊവൈഡ് ചെയ്യാൻ ആരുമില്ല, സപ്ലൈ ചെയ്യാൻ ആരുമില്ല. ഇങ്ങനത്തെ സംഭവങ്ങൾ, ഇങ്ങനത്തെ ഐഡിയാസ് കണ്ടുപിടിച്ച് കണ്ട് വരുന്ന ആൾക്കാരാണ് ഈ 99% ആൾക്കാരെ മുമ്പിൽ. ഈ ലോകത്തിനെ മൊത്തം ഒരു മാക്രോ സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഈ 99% ആൾക്കാരെ മുമ്പേക്ക് എത്തുന്നത്, ബില്യണേഴ്സ് ട്രില്യണേഴ്സൊക്കെ ആയി മാറുന്നത്, ഒരുപാട് കാലം ഹിസ്റ്ററിയിൽ നിലനിൽക്കുന്നത്. ഇങ്ങനെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഇൻവെൻഷൻസ് കൊണ്ടുവരുന്നു. ഈ ഒരു സംഭവം, ഇങ്ങനത്തെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇൻവെൻഷൻസ് ഒരിക്കലും 99% ആൾക്കാരും കൊണ്ടുവരില്ല. അതുപോലെ തന്നെ കൊണ്ടുവരുന്ന ആൾക്കാരിൽ തന്നെ 99% അത് ഫെയിലാവും. കാരണം അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആവറേജ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 50% അല്ല, ഏകദേശം 80%. ഒരു 80% ആവറേജ് ആൾക്കാരാണ് വിചാരിച്ചോ. ആ 80%-ന് മുകളിലുള്ളവരൊക്കെ എബോവ് ആവറേജ് ആണ്. ആ എബോവ് ആവറേജും കഴിഞ്ഞ് 99% കഴിഞ്ഞ് ആ 1%-ൽ എത്തണം എന്നുണ്ടെങ്കിൽ അത് അത്ര സിമ്പിളല്ല. അതേപോലെ ഈ 1%-ൽ എത്തിയ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഉണ്ടല്ലോ, ഇവരൊക്കെ ഇങ്ങനത്തെ ഐഡിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇവരോട് പറയുന്നതായിരിക്കും, ഇതൊരു ബാഡ് ഐഡിയ ആണ്, ഈ സംഭവം ഒന്നും വർക്ക് ചെയ്യില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. സൂര്യന് മാത്രം വെളിച്ചുള്ള ടൈമിൽ എഡിസന് ബൾബ് കണ്ടുപിടിച്ചാൽ നോക്കുമ്പോൾ 1000 വട്ടം എഡിസൺ ഫെയിലായല്ലോ. പിന്നെയാണല്ലോ എഡിസൺ ആ ബൾബ് കണ്ടുപിടിച്ചത്. അപ്പോഴൊക്കെ ആൾക്കാർ എന്താ പറയുക, അതൊന്നും നടക്കൂലടാ, സൂര്യനെ വെളിച്ചം വരുള്ളൂ, ഇതൊക്കെ മണ്ടത്തരാണ്, എനിക്ക് പിരാന്താണ്. ഇപ്പോൾ ജെഫ് ബെസോസ് ഷോപ്പിംഗ് ഫുൾ ഓൺലൈൻ രീതിക്ക് മാറ്റുമ്പോൾ ആൾക്കാരെന്താ പറയുക, അതൊന്നും നടക്കില്ല, നമ്മൾ കടയിൽ പോയി വേണ്ട സാധനം വാങ്ങാം, മറ്റേത് എങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ എത്തുക, അഡ്രസ്സൊക്കെ തെറ്റി കഴിഞ്ഞാൽ ആകെ പ്രശ്നമല്ലേ, ഇങ്ങനത്തെ സംഭവം നടക്കില്ല, അതിൻ്റെ ഐഡിയ ഒക്കെ വേസ്റ്റ് ആണ്. ഇതുപോലെ ആയിരിക്കും അത്രയും റെവല്യൂഷനൈസ് ചെയ്യുന്ന ഐഡിയാസ് ആൾക്കാർ കൊണ്ടുവരുമ്പോൾ, ഇൻവെൻഷൻസ് കൊണ്ടുവരുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയ്റ്റ്, കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, എല്ലാവരും നമ്മളെ ഹെയ്റ്റ് ചെയ്യാണ്. ഇങ്ങനെയുള്ള ഹെയ്റ്റിലൂടെയൊക്കെ കടന്നു പോകണം. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ ആൾക്കാർ ഹെയ്റ്റ് ചെയ്യുമല്ലോ, ഈ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പറയണൊക്കെ ശരിയായിരിക്കും 99% പ്രാവശ്യം. അതായത് ഇപ്പോൾ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത് 1000 ടൈം ഫെയിൽ ആയതിൻ്റെ ശേഷമാണ്. അതിൻ്റെ അർത്ഥം ഈ 1000 പ്രാവശ്യം ഇവരാണ് ശരി, മറ്റുള്ളവർ പറയുന്നതാണ് ശരി, എൻ്റെ ഐഡിയ വർക്ക് ചെയ്യില്ല, എൻ്റെ ഫെയിൽ ആവും എന്ന് പറയുന്നത് റെഡിയായി. പക്ഷേ ദെൻ നെക്സ്റ്റ് ടൈം മൂപ്പരത് ഗീവ് അപ്പ് ചെയ്യാതെ വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു സംഭവം വന്നത്. അപ്പോൾ ഇത്രയും ഹെയ്റ്റിലൂടെ കടന്നു പോയിട്ടും വീണ്ടും അതിന് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും വേണം. പ്ലസ് ആ ഒരു സംഭവം ഓല് കൊണ്ടുവരുന്ന ഇൻവെൻഷൻസ് വർക്ക് ചെയ്യും വേണം, ഈ ലോകത്തിൽ റെവല്യൂഷനൈസ് ചെയ്യും വേണം. എന്നാൽ ഓല ആ ഒരു ടോപ്പ് ലെവൽക്ക് ആ കാലകാലം റിമെമ്പർ ചെയ്യുന്ന ആ ഒരു രീതിക്ക് എത്തുള്ളൂ. ഇങ്ങനൊരു ഐഡിയ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ലോകത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻവെൻഷൻ കൊണ്ടുവരാനുള്ളൊരു ഐഡിയ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിന് പുറകെ അയാൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഒബ്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും വിഷയമല്ല, എനിക്ക് ഇത് മാത്രം വിഷയമുള്ളൂ എന്നുള്ള രീതിയിൽ ഒബ്സസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പിന്നെ അയാൾ 10 മണിക്ക് നീച്ചാലും ഉച്ചയ്ക്ക് നീച്ചാലും, അയാൾ മോർണിംഗ് റൂട്ടീൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും, അയാൾ കഫേൻ എടുത്താലും എടുത്തില്ലെങ്കിലും, അയാൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്താലും ചെയ്തില്ലെങ്കിലും, പോസിറ്റീവ് അഫർമേഷൻസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും, അയാൾ 99% ആൾക്കാർ മുമ്പൊക്കെ എത്തും. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലും ഇൻക്ലൂഡിങ് മൈ സെൽഫ് ഈ ജേർണലിങ്ങും മെഡിറ്റേഷനും നോൺ ഫിക്ഷൻ വായിക്കുന്നതും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്? അത് ആ ഒരു കണ്ടക്സ്റ്റ് വ്യത്യാസമുണ്ട്. അത് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവം ഹൗ ടു ഗെറ്റ് അഹെഡ് ഓഫ് 99% എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ആ ഒരു സെൻസിലല്ല പറയുന്നത്.
അതായത് അങ്ങനത്തെ ഒരു അടിപൊളി ഇൻവെൻഷൻ, ഒരു ഐഡിയ ഈ ലോകത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം കൊണ്ടുവരുന്ന രീതിയിലല്ല നമ്മളിവിടെ പറയുന്നത്. എൻ്റെ ഒരു കൺസെപ്റ്റ്, എൻ്റെ ഒരു രീതിയിൽ പറയുന്നത്, ആവറേജ് ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ എല്ലാ ഏരിയാസിനും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതായത് ഫിറ്റ്നസിൻ്റെ രീതിയിൽ നമ്മൾ ഒരിക്കലും ഒരു ബോഡി ബിൽഡർ അല്ലെങ്കിൽ ഒരു കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബോഡി അല്ല ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ ആവറേജ് ആളെ വെച്ച് നോക്കുമ്പോൾ എത്രയോ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി, നല്ല എല്ലാം പ്രപ്പോർഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബോഡി. നമ്മൾ ഫിനാൻസ് നോക്കുമ്പോൾ ആവറേജ് ആൾക്കാരൊക്കെ നമുക്കൊരു ചിലവ് കഴിഞ്ഞ് പോയി കുറച്ച് ട്രിപ്പൊക്കെ പോകാനുള്ള പൈസ ഉള്ളൂ. അതേസമയം നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ ട്രില്യണയറോ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുടെ ലിസ്റ്റിൽ പെടുക അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിലും നല്ല രീതിയിലാണ് പോകുന്നത്. നമ്മളെ മെൻ്റൽ ഹെൽത്ത് നോക്കുകയാണെങ്കിലും നല്ല രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഹെൽത്ത്, ഫിറ്റ്നസ്, റിലേഷൻഷിപ്പ്, മൈൻഡ് സെറ്റ്, മെൻ്റൽ ഹെൽത്ത് ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ ഒരു ജനറലിസ്റ്റ് പോലെ എല്ലാത്തിലും അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ്. പക്ഷേ ഒരു സംഭവത്തിൽ, ഒരു സ്പെസിഫിക്കലി ഏറ്റവും ടോപ്പ് എന്നുള്ള രീതിയിലല്ല ചിന്തിക്കുന്നത്. ഒരു ജനറലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ വർക്കാവുക. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ സക്സസ് 99% ആൾക്കാരെ ഔട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലാണെന്ന് ആദ്യം ഉറപ്പുവരുത്തുക, ആദ്യം തീരുമാനിക്കുക. അങ്ങനെ ഒരു കൺട്രേറിയൻ, ഒരു അടിപൊളി ഇൻവെൻഷൻ, ഒരു അടിപൊളി ഐഡിയ കൊണ്ടുവന്നുകൊണ്ടാണോ, അതോ ലൈഫിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ട് ആവറേജ് പേഴ്സണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ ടോപ്പിലാണ്, ആ രീതിയിലാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ദാറ്റ്സ് യുവർ ചോയ്സ്. കാരണം എന്താണെന്നറിയോ, ഈ ഒരു സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന അതുപോലെ ഒരുപാട് വീഡിയോസിലൊക്കെ പ്രപ്പോസ് ചെയ്യുന്ന ഹൗ ടു ഗെറ്റ് അഹെഡ് ഓഫ് 99% എന്ന് പറഞ്ഞ വീഡിയോസിലൊക്കെ കൂടുതലും പറയുന്നുണ്ടാവുക പ്രൊഡക്ടിവിറ്റി കാര്യങ്ങൾ, നമ്മളെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് എന്തിൻ്റെ ബേസിലാണ്? എക്സിക്യൂഷൻ്റെ ബേസിലാണ്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും ക്ലാസ്സിലാണെന്ന് വിചാരിക്കുക, ഈ ഓഡിയൻസ് ഒക്കെ എല്ലാവർക്കും ഒരേ ഗോളാണ്, ഒരേ പാത്ത് വേണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കേസ് തന്നെ എടുക്കുക. നിങ്ങളൊക്കെ CA സ്റ്റുഡൻസ് ആണ്, CA ഇൻ്ററിന് പഠിക്കുകയാണ്, CA ഇൻ്റർമീഡിയറ്റ് പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പാത്ത് ഒന്നാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ക്ലാസ് ഒന്നാണ്, അതായത് ടീച്ചർ പഠിപ്പിച്ച് തന്നെ ഒന്നാണ്, നിങ്ങളെല്ലാവരും ഒരു ക്ലാസ്സിലാണ്. നിങ്ങൾക്ക് വീട്ടിൽ പോയി പഠിക്കാനുള്ള ടൈം ഏകദേശം സെയിം ആണ്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എങ്ങനെ നമുക്ക് ഈ കൂട്ടത്തിലുള്ള പോലെ എല്ലാവരും ഏകദേശം ഒരേ രീതിയിൽ പോകണ പോലെ എങ്ങനെ ഔട്ട് വർക്ക് ചെയ്യാൻ പറ്റും? ഇവിടെ ഇൻപുട്ട് ഏകദേശം സെയിം ആണ്, പഠിക്കാനുള്ള ടൈം ഏകദേശം സെയിം ആണ്. IQയിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും CAയും IQയും തമ്മിൽ വലിയൊരു ബന്ധമല്ല. IQ മാറ്റർ അല്ല, വർക്കാണ് അവിടെ മാറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊപ്പമുള്ള പോലെ ഔട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ടിപ്സുകൾ, ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്, അതുപോലെ കോഫി, അതുപോലെ മെഡിറ്റേഷൻ, അതുപോലെ വർക്കൗട്ട്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്ട്രെസ് കുറക്കാൻ പറ്റും, നമ്മളെ ഫോക്കസ് കൂട്ടാൻ പറ്റും, കുറേ നേരം ഫോക്കസ് ചെയ്ത് നിൽക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് ചിലപ്പോൾ മടുപ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് ഔട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഓൾറെഡി ഒരു പാത്ത് സെറ്റ് ആയവർക്ക്, ഓൾറെഡി ഒരു ഗോള്, ഒരു മിഷൻ ഉള്ളവർക്കും അതിലുള്ള ആവറേജ് ആൾക്കാരൊക്കെ ഔട്ട് വർക്ക് ചെയ്യാനുള്ള കുറച്ച് ടിപ്സുകൾ, ട്വീക്സുകൾ. പക്ഷേ ഇതിന് ചില ആൾക്കാർ എങ്ങനെ എടുക്കേണ്ടതെന്നറിയോ? ഓർക്കൊരു ഐഡിയ, ഒരു പാത്ത് വേ, ഒരു ഗോൾ, ഈ സംഭവമൊന്നും ഉണ്ടാവില്ല. ഓല് എന്ത് വിചാരിക്കും? ഞാൻ കുറേ നേരം മെഡിറ്റേറ്റ് ചെയ്ത്, കുറേ നേരം ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട്, കുറേ നേരം ജേർണൽ ചെയ്തുകൊണ്ട്, കുറേ നേരം പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സക്സസ്ഫുൾ ആവും എന്നുള്ളൊരു ചിന്ത. നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഇപ്പോൾ നിങ്ങൾ ഫിറ്റ്നസ്സിൽ ടോപ്പിലെത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആ ഒരൊറ്റ ഫീൽഡാണ് നിങ്ങൾ എടുത്തത്. അതിൽ നിങ്ങൾക്ക് മേ ബി ക്രിസ് ബംസ്റ്റഡിനൊക്കെ പോലെ ആവാൻ ആഗ്രഹമുണ്ട് വിചാരിച്ചു. നമുക്കൊരു നാച്ചുറൽ രീതിയിൽ എടുക്കാം. നാച്ചുറൽ ക്രിസ് ബംസ്റ്റഡ് ആവാനുള്ള ആഗ്രഹമുണ്ട് വിചാരിച്ചു. സിബം ആവാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? വർക്കൗട്ടിനെ കുറിച്ച് ഇഷ്ടംപോലെ പഠിച്ചു, എന്നും വീഡിയോസൊക്കെ കാണും, ബുക്കുകൾ വായിക്കും, നിങ്ങൾ നല്ല ഉറങ്ങും, നല്ല ഫുഡ് കഴിക്കും, എന്നും സപ്ലിമെൻറ്റ്സ് എടുക്കും. പക്ഷേ നിങ്ങൾ വർക്കൗട്ട് മാത്രം ചെയ്യണില്ല. കാര്യമുണ്ടോ? അതുപോലെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവർക്കൊരു ഐഡിയ, ഒരു പാത്വേ അല്ല. എന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന, എക്സിക്യൂഷനിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്താൽ നമ്മൾ സക്സസ്ഫുൾ ആവുമോ? ഇല്ല. അവിടെ അയാൾക്ക് സ്റ്റിമുലസ് വേണം. മസിൽ വളരണം എന്നുണ്ടെങ്കിൽ അവിടെ മസിൽ ഡാമേജ് സംഭവിക്കണം. സ്റ്റിമുലസ് വേണം. ജിമ്മിൽ പോയി റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുമ്പോൾ മസിൽ ഫൈബേഴ്സ് ഡാമേജ് ആവും. പിന്നീട് നല്ല ഉറക്കം, നല്ല ഫുഡൊക്കെ കിട്ടി, ലാസ്റ്റ് പ്രയോറിറ്റി സപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യും? മസിൽ ബിൽഡിങ് നടക്കും. അങ്ങനെയാണ് മുമ്പ് പോവുക. പക്ഷേ അതേസമയം അവിടെ വർക്കൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവണില്ല. മേ ബി ഹെൽത്ത് അവിടെ ഫോക്കസ് ആവുണ്ടാവും. പക്ഷേ അയാളെ ഫിറ്റ്നസ് ഗോൾ, ആ ഒരു ബോഡി ബിൽഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ഗോൾ അവിടെ നടക്കുമോ? ഇല്ല. അപ്പോൾ അതുപോലെ നിങ്ങൾക്കൊരു ഗോളോ ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ നിങ്ങൾ ഒരുപാട് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഹാബിറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആ ഒരു നീഡിൽ നിങ്ങളെ ഗോളിൻ്റെ നേരെ മൂവ് ചെയ്യുന്ന ഒരു സംഭവം അവിടെ ഇല്ല. വെറുതെ ഈ ഒരു സംഭവങ്ങൾ മാത്രം ചെയ്തു എന്ന് കരുതി ലൈഫിൽ സക്സസ് ആവുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം, നമുക്ക് ഓൾറെഡി ഗോൾ സെറ്റായിട്ട് അത് ചെയ്യുന്നതിൻ്റെ പെർഫോമൻസ് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഈ സംഭവങ്ങൾ ഹെൽപ്പ് ചെയ്യും.
ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ മണിക്കൂറുകളോളം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ സക്സസ്ഫുൾ ആവണം എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റീവ് ജോബ്സും നമ്മുടെ ഇലോൺ മസ്കും നമ്മുടെ വാറൻ ബഫറ്റും നമ്മുടെ ഫിൽ നൈറ്റും സക്കൻബർഗും ജെഫ് ബസോസും ഇവരൊന്നും എന്തല്ല ഇങ്ങനെ ഉള്ള ഇതുകൊണ്ടല്ല സക്സസ്ഫുൾ ആവുന്നത്. ബട്ട് എന്തുകൊണ്ടാണ്? ഒരു അടിപൊളി ഇൻവെൻഷൻ, ഒരു ഐഡിയ ഉണ്ടായതുകൊണ്ടാണ്. ഒന്നില്ലെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള പാത്ത് വേ, ഒരു ജനറലിസ്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാ ഏരിയാസിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുക. നമ്മൾ പറഞ്ഞു തരുന്ന സംഭവങ്ങൾ ഈ യൂട്യൂബിൽ കാണുന്ന വീഡിയോസൊക്കെ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? എക്സിക്യൂഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു ഗോൾ, ഒരു പാത്ത് ഉള്ളവർ അതിലൂടെ പോകുമ്പോൾ അതിൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ 99% ആൾക്കാർ മുമ്പേക്ക് എത്തണം എന്ന് ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ആദ്യം ഏതാണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ളൊരു ഐഡിയ, ഒരു ഇൻവെൻഷൻ കൊണ്ടുവന്നുകൊണ്ടാണോ, അല്ല ലൈഫിൽ ഓരോ ഭാഗങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടാണോ എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഓൾറെഡി ഒരു പാത്ത് വേ ഉണ്ടോ, ഒരു ഗോൾ ഉണ്ടോ? ഗോൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിന് വേണ്ടി അങ്ങനെ ഒരു ഗോൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ഓൾറെഡി അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അതായത് ഒരു ഗോൾ ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിറ്റ്നസ് ഗോൾ ഉണ്ട്. അതിനുള്ള വർക്ക്, അതിന് എസെൻഷ്യൽ ആയിട്ടുള്ള വർക്ക് അവിടെ ഇടുന്നില്ല. നിങ്ങൾ ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഹാബിറ്റ് മാത്രമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അവിടെ എസെൻഷ്യൽ ആയിട്ടുള്ള വർക്ക് അവിടെ ഇടുന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ വളരണം എന്ന് വിചാരിച്ചോ, യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടണം, യൂട്യൂബിൽ നല്ലൊരു ഏർണിംഗ് ഉണ്ടാക്കണം, നല്ലൊരു ലോയൽ ആയിട്ടുള്ള ഓഡിയൻസ് ബേസ് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചോ. എനിക്കതൊരു ബിസിനസ്സായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ മാത്രം ഇടുന്നില്ല. കാര്യമുണ്ടോ? ഇല്ല. അതായത് ആ സംഭവത്തിൽ എസെൻഷ്യൽ ആയിട്ടുള്ള വർക്ക് ഇടണം. അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഹാബിറ്റുകൾ എടുക്കാം. അത് ഒന്നുകൂടി ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനൊരു ഗോൾ, അങ്ങനൊരു പാത്ത് വേ, അങ്ങനൊരു സംഭവം എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അയിമ വർക്ക് ചെയ്യുക. അയിമലാണ് ഈ സംഭവങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ നോ ബി എസ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ദ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അതിൻ്റെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്കാണ്. ആൻഡ് ഈ ഒരു ആഴ്ച, ഈ ഒരു വീക്കിൻ്റെ ഉള്ളിൽ ഞാനൊരു ഫുൾ മൈൻഡ് സെറ്റ് ഗൈഡ് അതിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു 4-5 പാർട്ടായിട്ട്. ഓൾറെഡി ഒരു ഫുൾ ഫിറ്റ്നസ് ഗൈഡ് അതിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. I hope this video is helpful for you guys. See you in the next video.